Hi students, we can start our fourth chapter. In 1997, an Indian American, Kalpana Chawla, was part of the international crew aboard the US space shuttle Columbia, becoming the first woman born in India to go into space. Sadly, the second mission in Columbia ended in tragedy. കൽപ്പന ചൗളയായിരുന്നു ഇന്ത്യയുടെ ഫസ്റ്റ് വുമൺ സ്പേസിൽ ലാൻഡ് ചെയ്തത്. പക്ഷേ അവരുടെ സെക്കൻഡ് മിഷൻ ഒരു ട്രാജഡിയിലാണ് എൻഡ് ചെയ്തത്. ആൻ ഇന്ത്യൻ അമേരിക്കൻ വുമൺ ഇൻ സ്പേസ്, കൽപ്പന ചൗള. ഫസ്റ്റ്, എ സ്പേസ് ഷട്ടിൽ ഈസ് എ സ്പേസ് ക്രാഫ്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ റിപ്പീറ്റഡ് സ്പേസ് ട്രാവൽ. ഫോർ എക്സാമ്പിൾ ബിറ്റ്വീൻ എർത്ത് ആൻഡ് എ സ്പേസ് സ്റ്റേഷൻ. ഇപ്പോൾ സ്പേസ് ഷട്ടിൽ എന്താണെന്നാണ് പറയുന്നത്. ആദ്യം എന്താണ്, ഒരു സ്പേസ് ക്രാഫ്റ്റാണ്. ഇതിനാണ് റിപ്പീറ്റഡ് ആയിട്ട് സ്പേസ് ട്രാവലിനാണ് കേട്ടോ, റോക്കറ്റ് മാതിരിയല്ല. ഓക്കെ, എർത്ത് ആൻഡ് സ്പേസ് സ്റ്റേഷൻ, എർത്തിൽ നിന്നും സ്പേസ് സ്റ്റേഷനും തമ്മിലുള്ള എന്താണ് ട്രാവലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടാമത് യൂസ് എ ഡിക്ഷണറി ടു ഡു ദ ടാസ്ക് ബിലോ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ടാസ്ക് ഡിക്ഷണറി യൂസ് ചെയ്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തിങ് എന്താണ്, ഫൈൻഡ് ഔട്ട് ദ മീനിങ്സ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ലുക്ക് അപ്പ് ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻ ദ ഫ്രേസസ്. അപ്പോൾ എ ടു എഫ് വരെയുള്ള എന്താണ് ഫ്രേസസിൻ്റെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സിൻ്റെ മീനിങ് എടുത്ത് എഴുതാനായിട്ടാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുക. ഓക്കെ, സെക്കൻഡ്, നോട്ടീസ് ദ സ്പെല്ലിംഗ് ഓഫ് ദീസ് വേർഡ്സ് ഇൻ ദ ഈസ് ലെസൺ. എയർപ്ലെയിൻ, പ്രോഗ്രാം. ദിസ് ഈസ് ഹൗ ദീസ് വേർഡ്സ് ആർ സ്പെൽഡ് ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ്. ഹൗ ആർ ദ സ്പെൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഈ ലെസണിലുള്ള ചില വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് നോട്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. എയർപ്ലെയിൻ, പ്രോഗ്രാം, അങ്ങനെ ചില വേർഡ്സ് ഉണ്ട്. ഇത് ഇങ്ങനെയാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണിത് സ്പെൽ ചെയ്യുക. അപ്പോൾ സാധാരണ നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നിന്ന് വ്യത്യാസമായിട്ടാണ്. അപ്പോൾ ചാപ്റ്റർ റീഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, എ ന്യൂസ് റിപ്പോർട്ട്. Tragedy in space. US space shuttle Columbia breaks into flames. In an unprecedented space tragedy, US space shuttle Columbia, carrying Indian-born American astronaut Kalpana Chawla and 6 others, broke apart in flames as it streaks over Texas towards its landing strip on Saturday, 1st February 2003, killing all 7 on board. The shuttle lost contact with NASA at about 9 a.m. as it came in for landing. It was flying at an altitude of over 200,000 feet and traveling at over 20,000 km/h when ground control lost contact with the shuttle. Columbia had lifted off on 16 January 2003 from the Kennedy Space Center, Florida. It has stayed in orbit for 16 days and the 7-member crew conducted 80 experiments before it began its downward journey, which ended in tragedy. This was Columbia's 28th space flight and the shuttle was set good for 100 flights. ട്രാജഡി നടക്കുന്നതെന്നാണ് ഫെബ്രുവരി 1, 2003. തിരിച്ച് ലാൻഡ് ചെയ്യുന്ന ടൈമിൽ ഈ സ്പേസ് ഷട്ടിൽ തിരിച്ച് ലാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് അത് എന്താ പറ്റിയത്, അത് രണ്ടായിട്ട് പിളർന്ന് ആകെ തീ പിടിച്ച് പൊട്ടിത്തെറിച്ചത്. രാവിലെ 9 മണി വരെ നാസയായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ലാൻഡിങ്ങിൻ്റെ ടൈമിൽ. പിന്നെ അതിൻ്റെ കൺട്രോൾ പോയി, ആ സ്പേസ് ഷട്ടിൽ തകർന്നു പോയി. അത് ഓർബിറ്റിൽ 16 ഡേയ്സ് നിന്ന് പിന്നെ 80ഓളം എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് തിരിച്ചു വരുന്ന ജേണിയിലാണ് ഈ ട്രാജഡി നടക്കുന്നത്. അത് കൊളംബിയയുടെ 28ാമത്തെ സ്പേസ് ഫ്ലൈറ്റ് ആയിരുന്നു. എന്താണ് അത്, ഇറ്റ് വാസ് ഗുഡ് ടു ബി ഫോർ 100 ഫ്ലൈറ്റ്സ്. 100 ഫ്ലൈറ്റ്സിൻ്റെ അത്രയും നല്ല ഒരു ഷട്ടിലായിരുന്നു അത്. ഓക്കെ, പക്ഷേ ദുർഭാഗ്യവശാൽ അത് തകർന്നു. അതിലുണ്ടായിരുന്ന 7 ആൾക്കാരും മരണപ്പെട്ടു. ഇനി നമുക്ക് കൽപ്പന ചൗള ആരായിരുന്നു എന്ന് നോക്കാം. അവരുടെ കുട്ടിക്കാലം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം.
Kalpana Chawla said that she never dreamed as a child in Karnal that she would cross the frontiers of space. It was enough that her parents allowed her to attend engineering college after she graduated from Tagore School. കൽപ്പന ചൗള പറഞ്ഞിരുന്നു അവരൊരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല. അതായത് അവർ ജനിച്ചത് കർണൽ എന്ന് പറഞ്ഞ പ്ലേസിലാണ്, ഹരിയാനയിലാണ്. അവർ ഇതുപോലെ അതിർത്തിയൊക്കെ ക്രോസ് ചെയ്ത് സ്പേസിൽ വരെ എത്തിപ്പെടുന്ന അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല. ടാഗോർ സ്കൂളിലെ പഠനം കഴിഞ്ഞിട്ട് എൻജിനീയറിംഗ് കോളേജ് വിട്ട് പഠിപ്പിച്ചത് തന്നെ ഒരു വലിയ കാര്യമായിട്ടായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. After a Bachelor of Science degree in Aeronautical Engineering, against great opposition from her father, she went for a master's degree to the United States of America. She later earned her PhD in Aerospace Engineering. Kalpana Chawla was the first Indian American woman astronaut to blast off from the launch pad at Cape Canaveral, Florida, and participate in a successful mission in space. Her family from India cheered along with staff at the Kennedy Space Center as they watched the Columbia liftoff. കൽപ്പന ചൗളയ്ക്ക് അത്ര സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി ആയിരുന്നില്ല. ഫാദറൊക്കെ നല്ല എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, ബാച്ചിലേഴ്സ് ഡിഗ്രി സയൻസിൽ എയറോനോട്ടിക്കൽ എൻജിനീയറിങ്ങിൽ എടുത്തു. അതിനുശേഷം മാസ്റ്റേഴ്സ് ഡിഗ്രി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോയിട്ട് അതും എടുത്തു. അത് കഴിഞ്ഞ് PhD എടുത്തു. എന്തിലാണ്? എയറോസ്പേസ് എൻജിനീയറിങ്ങിൽ. കൽപ്പന ചൗളയായിരുന്നു ഫസ്റ്റ് ഇന്ത്യൻ അമേരിക്കൻ വുമൺ ആസ്ട്രോണറ്റ്. അവർ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് ഫസ്റ്റ് ടൈം സ്പേസിൽ പോകുന്ന ടൈമിൽ അവരുടെ ഫാമിലിയൊക്കെ വന്നിരുന്നു ഇന്ത്യയിൽ നിന്ന് അവരെ സന്തോഷത്തോടെ യാത്ര അയക്കാൻ. ഈ പിക്ചർ കണ്ടുവോ? കൽപ്പന ചൗള സ്പേസിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ളതാണത് കേട്ടോ. കൽപ്പന വാസ് ബോൺ ഇൻ കർണാൽ, ഹരിയാന, but was a naturalized US citizen, married to flight instructor Jean-Pierre Harrison. Besides being an astronaut, she was licensed to fly single and multi-engine land airplanes, single-engine seaplanes, and gliders. She was also a certified flight instructor. After qualifying as a pilot, Kalpana began to consider another challenge, applying to NASA's Space Shuttle program. She was first hired as a research scientist at NASA. In 1994, she was selected by NASA for training as an astronaut. കൽപ്പന ചൗള ഹരിയാനയിലെ കർണാൽ എന്നുള്ള പ്ലേസിലാണ് ജനിച്ചത്. അവർക്ക് US സിറ്റിസൺഷിപ്പ് കിട്ടിയിരുന്നു നാച്ചുറലൈസ്ഡ് ആയിട്ട്. പിന്നെ അവർ മാരി ചെയ്തത് ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായ ജീൻ-പിയർ ഹാരിസനെയാണ്. അവരൊരു ആസ്ട്രോണറ്റ് മാത്രമായിരുന്നില്ല, അവർക്ക് ലൈസൻസൊക്കെ കിട്ടിയിരുന്നു. സിംഗിൾ ആൻഡ് മൾട്ടി എൻജിൻ ലാൻഡ് പ്ലെയിൻസൊക്കെ പറത്താനായിട്ടുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു അവർക്ക്. അത് മാത്രമല്ല അവരൊരു സർട്ടിഫൈഡ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ കൂടിയായിരുന്നു. പൈലറ്റായിട്ട് ക്വാളിഫൈ ആയതിനു ശേഷം അവർ നാസ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തു. ആദ്യം അവർക്ക് റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിട്ടാണ് ജോലി കിട്ടിയത്. പിന്നീട് അവരെ സെലക്ട് ചെയ്യായിരുന്നു ആസ്ട്രോണറ്റായിട്ട്. 1994 അവരെ ആസ്ട്രോണറ്റ് ട്രെയിനിങ്ങിന് സെലക്ട് ചെയ്യുന്നത്. When asked what it was like being a woman in her field, she replied, "I really never ever thought while pursuing my studies or doing anything else that I was a woman or a person from a small city or a different country. I pretty much had my dreams like anyone else and I followed them, and people who were around me fortunately always encouraged me and said, if that's what you want to do, carry on." കൽപ്പന ചൗളയോട് ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എൻ്റെ പഠിത്തം, അതായത് ഡിഗ്രി പേഴ്സ് ചെയ്യുന്ന ടൈമിലോ
അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തൊന്നും ചിന്തിച്ചിട്ടില്ല ഞാനൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ സിറ്റിയിൽ നിന്ന് വന്ന ഒരാളാണ്, ഒരു ഡിഫറെൻറ്റ് കൺട്രി ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് എൻ്റേതായ ഡ്രീംസ് ഉണ്ട്. അപ്പോൾ ഞാനത് ബാക്കി എല്ലാവരെ പോലെ തന്നെ എനിക്കും ഡ്രീംസ് ഉണ്ട്, ഞാനത് ഫോളോ ചെയ്യുന്നു. മാത്രമല്ല എൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാർ ഭാഗ്യവശാൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു. അവർ എന്നോട് പറഞ്ഞു, അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ ക്യാരി ഓൺ, അത് ചെയ്യുമെന്ന്. ഓക്കെ. Kalpana's first space mission in the space shuttle Columbia was 15 days, 16 hours and 34 minutes long. During this time, she went around the 252 times, traveling 10.45 million kilometers. The crew included a Japanese and a Ukrainian astronaut. The crew performed experiments such as pollinating plants to observe food growth in space and tests for making stronger metals and faster computer chips, all for a price tag of about $56 million. കൽപ്പന ചൗളയുടെ ഫസ്റ്റ് സ്പേസ് മിഷൻ കൊളംബിയ എന്നുള്ള സ്പേസ് ഷട്ടിൽ തന്നെയായിരുന്നു. അത് 15 days 16 hours 34 minutes ലോങ് ആയിരുന്നു. ആ സമയത്ത് അവർ എർത്തിനെ 252 ടൈംസ് റിവോൾവ് ചെയ്ത് എർത്തിന്, പിന്നെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നോക്കൂ, 10.45 million kilometers. അന്ന് അവർ പോയ അതിൽ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് ആയിട്ടൊരു ജപ്പാനീസും ഒരു യുക്രൈനിയൻ ആസ്ട്രോനട്ടാണ് ഉണ്ടായിരുന്നത്. അവർ പല എക്സ്പെരിമെൻറ്റും പെർഫോം ചെയ്തു. എന്തൊക്കെയാണ്? പോളിനേഷൻ നടത്തി നോക്കി പ്ലാന്റ്സിൻ്റെ, അതായത് സ്പേസിൽ ഫുഡ് ഗ്രോ ചെയ്യാൻ സാധിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെന്തൊക്കെ ടെസ്റ്റാണ്? സ്ട്രോങ്ങർ മെറ്റൽസ് ഉണ്ടാക്കാൻ, പിന്നെ ഫാസ്റ്റർ കമ്പ്യൂട്ടർ ചിപ്സ്, ഇതൊക്കെ അവർ പരീക്ഷണം നടത്തി നോക്കി. ഇത് ഒക്കെ കൂടെ ആയിട്ട് എത്ര ചിലവ് വന്നു? $56 million ഇതിനെല്ലാത്തിനും കൂടെ ആയിട്ട് ചിലവ് വന്നു. On the Saturday night, when the news about the Columbia disaster broke, there was a shock and disbelief. The town of Karnar spent a sleepless night as thousands of households stayed glued to their television sets in the hope that Kalpana and the crew had somehow survived. അന്ന് ശനിയാഴ്ച രാത്രി ഈ കൊളംബിയ ദുരന്തത്തിൻ്റെ ന്യൂസ് പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കാണ് ഉണ്ടായത്. അധികം ആൾക്കാരത് വിശ്വസിച്ചില്ല. കാരണം അവളുടെ സ്ഥലത്തുള്ള ആൾക്കാർ ഒക്കെ ഉറങ്ങാതിരുന്ന് എല്ലാവരും ടി വിയിലേക്ക് തന്നെ കണ്ണും നട്ടിരുന്നു. കൽപ്പനയും അവരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ. She was a heroine. It takes enormous ability to become an astronaut. You need to know a lot about everything, from biology to astrophysics to aeronautical engineering. In this age of super specialization, you must have encyclopedic knowledge to be an astronaut. Her achievement is inspiring. അവരെക്കുറിച്ച് ഒരു ജേർണലിസ്റ്റ് എഴുതി, കൽപ്പന ചൗള ഒരു ഹീറോയിനായിരുന്നു. കാരണം എന്താ? ഒരുപാട് കഴിവുകൾ വേണം ഒരു ആസ്ട്രോനറ്റ് ആവണമെങ്കിൽ. നമുക്ക് എല്ലാത്തിനെക്കുറിച്ചുള്ള വിജ്ഞാനം വേണം. ബയോളജി, ആസ്ട്രോഫിസിക്സ്, എയറോനോട്ടിക്കൽ എൻജിനീയറിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് വേണം. ഈ ഒരു കാലഘട്ടത്തിൽ, എല്ലാ സൂപ്പർ സ്പെഷ്യലൈസേഷനുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു എൻസൈക്ലോപ്പീഡിയ മാതിരി അത്ര അധികം അറിവും വിജ്ഞാനമുള്ള ആൾക്ക് ഒരു ആസ്ട്രോനറ്റ് ആവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അവരുടെ നേട്ടങ്ങളൊക്കെ വിസ്മയിപ്പിക്കുന്നതാണ്.
For millions of young Indians, the story of Kalpana Chawla, a girl from a small town who touched the skies, had become an inspiration. In a message that she sent from aboard the space shuttle Columbia to students of her college in Chandigarh, Kalpana said, "The path from dreams to success does exist. May you have the vision to find it, the courage to get onto it. Wishing you a great journey. There will surely be many who start off on this journey to fulfill their dreams." Adapted from Span, January, February 1998. ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവജനങ്ങൾക്ക് കൽപ്പന ചൗളയുടെ ഈ സ്റ്റോറി ഒരു പ്രചോദനമായിരുന്നു. കാരണം അവരൊരു ചെറിയ ടൗണിൽ നിന്ന് വന്നിട്ട് ആകാശം വരെ തൊട്ടു. ഒരിക്കൽ അവർ സ്പേസ് ഷട്ടിലിൽ ഇരിക്കുന്ന സമയത്ത് ചാണ്ഡീഗറിലെ ഒരു കോളേജിലത്തെ സ്റ്റുഡൻസിന് വേണ്ടി ഒരു മെസ്സേജ് പാസ് ചെയ്തു. അതിതായിരുന്നു: സ്വപ്നങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് ഒരു പാതയുണ്ട്. നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാവട്ടെ. അത് എത്തിപ്പെടാനുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഡ്രീംസ് സഫലം ആക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഒരു നല്ല യാത്ര ആശംസിക്കുന്നു. ഇതായിരുന്നു കൽപ്പന ചൗളയുടെ വേർഡ്സ്. അതിനുശേഷം ഉറപ്പായും ഒരുപാട് ആൾക്കാർ തങ്ങളുടെ സ്വപ്നം നിറവേറ്റാനുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ടാവും. കൽപ്പന ചൗളയുടെ ജീവിതകഥ കേട്ടിട്ട് നിങ്ങൾ ഇൻസ്പയർഡ് ആയോ? അവർ ചെയ്ത പോലെ ജീവിതത്തിലൊരു ലക്ഷ്യം വെച്ച് നീങ്ങുകയാണെങ്കിൽ ഏതുയരത്തിലും എത്താൻ സാധിക്കും. ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.